മാം, എന്റെ പേര് അനിത. ഞാൻ മലയാളത്തിലാണ്. ഐശ്വര്യ പെട്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് മോട്ടോർ ടാക്സ് പറയണമെന്ന്. എല്ലാവരും തീർച്ചയായും ഞാൻ അഭിപ്രായം പറയാനായിട്ട് എന്റെ ബിനു സാർ പറഞ്ഞതുപോലെ 1 മണിക്കൂർ എങ്ങനെ പോയി എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ആദ്യം ജോയിൻ ചെയ്ത സമയത്ത് ഇതുപോലെ ധാരാളം ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ സീനിയറായ അധ്യാപകർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. അതുപോലെ ഒരു ക്ലാസ് വീണ്ടും കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞ ഒരുപാട് പോയിന്റ്സും എനിക്ക് ഹൃദയത്തിൽ ഇങ്ങനെ തറയ്ക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ചേർത്ത് പിടിക്കാതെ ഒരു കുട്ടിയെ നമുക്ക് നമ്മുടെ വശത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഒരിക്കലും. അവനെ കേൾക്കാതെ ഒരുപാട് തെറ്റ് ചെയ്യുന്ന മക്കളുണ്ട്. ഞാൻ എന്റെ മക്കളുടെ അമ്മയാണ്. എന്റെ ഒരു മകന് 32 വയസ്സും ഒരു മകന് 25 വയസ്സുമായി. അത്യാവശ്യം നല്ല കുസൃതിയും കുരുത്തക്കേടുമുള്ള മക്കളായിരുന്നു. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും അറിയാം, അവരെ സ്നേഹിക്കാത്ത ആരെയും അവരെ സ്നേഹിക്കില്ല, എന്നെ ഉൾപ്പെടെ, എന്റെ ഭർത്താവിനെ ഉൾപ്പെടെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കളും. നമ്മളെ സ്നേഹിക്കാതെ അവർ നമ്മളെ സ്നേഹിക്കില്ല. അപ്പൊ ഇതിനോട് എതിർപ്പ് കാണുമായിരിക്കുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്റെ അനുഭവം കൊണ്ട് ഞാൻ 21 വർഷമായി ഈ സ്കൂളിൽ, ഇതിന് മുമ്പ് വർക്ക് ചെയ്തെല്ലാം 10-26 വർഷമായി. ഈ വർഷത്തിനിടയിൽ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്: കേൾക്കാൻ മനസ്സില്ല എങ്കിൽ ഒരു കുട്ടിയും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് കഴിയുന്നതും പരമാവധി സമയമെടുത്ത് കുട്ടിയെ കേൾക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് സ്കൂളിൽ പോയ ആളാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ നന്നായിട്ട് വഴക്കും പറയും, നന്നായിട്ട് കുട്ടിയെ കേൾക്കുകയും ചെയ്യും, ചേർത്ത് പിടിക്കുകയും ചെയ്യും. അപ്പൊ മാം പറഞ്ഞ കുറേ പോയിന്റുകൾ, സൂക്ഷ്മാന്തരീക്ഷം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ ഈ സ്കൂളിലേക്ക് കാലം കുത്തിയപ്പോൾ എനിക്ക് തോന്നിയത്, എന്റെ ഹസ്ബൻഡാണല്ലോ കൊണ്ടുവന്നത്. എന്റെ അടുത്ത് പറഞ്ഞത്, എന്ത് എനർജി ഇവിടെ. ഒരു പ്രെയർ കേൾക്കുന്ന സമയത്ത്, അന്നത്തെ ആ പ്രെയർ കേൾക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന അയമ്മ ഉൾപ്പെടെ ഓരോ വ്യക്തിയും അനങ്ങില്ല. ഇന്നും അതുപോലെയാണ്. അപ്പൊ ആ സൂക്ഷ്മാന്തരീക്ഷമാണ് നമ്മളിലെല്ലാം പ്രവർത്തിക്കുന്നത്, ആ എനർജിയാണ്. പിന്നെ ലൈഫ് സ്കില്ലിനെ കുറിച്ചും മാം പറഞ്ഞു. ജീവിതവും പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് കുട്ടിക്ക് അറിവുണ്ടാക്കുന്നതാണ് എന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മുൻപ് നമ്മുടെ മുന്നിലിരുന്ന കുട്ടി അല്ല എന്ന് പലപ്പോഴും മാം പറഞ്ഞ പോലെ മാം നേരത്തെ പറഞ്ഞല്ലോ, സെക്ഷലി കണക്ട് ചെയ്യും കുട്ടികൾ. ഇപ്പോ സെക്കൻഡറിയിലോട്ട് പഠിപ്പിക്കാൻ വന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദ്വയ്യാർത്ഥം വെച്ച് സംസാരിക്കുന്ന അവസരങ്ങൾ. ആ സമയത്തെല്ലാം അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന വിധം, എന്റേതാണ് ടീച്ചർ, എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞു തന്നെ മാം എങ്ങനെയാ നന്ദി പറയുന്നതെന്ന് അറിയില്ല. ദൈവമാണ് മാം. ഈ ഇരിക്കുന്ന ഈ 1 മണിക്കൂർ നമ്മുടെ ദൈവമാണ്, നമ്മുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായ ക്ലാസ് വന്നതിന് ഒരുപാട് നന്ദി. ഇരിക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കളുടെ പേരിലും നന്ദി പറയുന്നു മാം. ദൈവം രക്ഷിക്കട്ടെ. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഒരുപാട് നന്മകൾ നേരുന്നു. സന്തോഷം.